നമസ്കാരം. ബോക്സ് ചേതനോത്സവ സ്പെഷ്യൽ സീരീസിലേക്ക് സ്വാഗതം. ദി ഫസ്റ്റ് ഇന്ത്യൻ വയലിനിസ്റ്റ് റെക്കഗ്നൈസ്ഡ് ബൈ ഗ്രാമി. ഇന്ന് ചേതനോത്സവത്തിൻ്റെ സമാപന ദിവസം മ്യൂസിക് ഓഫ് ഇന്ത്യ ഞാനിതിന് മുന്നേ വന്നിട്ട് ചേതനോത്സവത്തിലേക്ക് ഒക്കെ എന്താ പറയുക വളരെ പോസിറ്റീവായിട്ടുള്ള സ്റ്റുഡൻസ്, അതുപോലെ ഓഡിയൻസ്, മ്യൂസീഷ്യൻസ്, ഒരുപാട് സംഗീത ആസ്വാദകർ ഒരു സംസ്ഥാനം. പിന്നെ ചേട്ടനിക്ക് പണ്ട് തൊട്ടൊക്കെ ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കാണ് ഒരുപാട് കുറേ കൂടെ കഴിഞ്ഞ വർഷത്തേക്കാളൊക്കെ ഇനി വളരെ സംഘമാണ്. അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. സംഗീതം, ചേതന കോളേജ് കോളേജ്, പിന്നെ അങ്ങനെ മൂന്ന് സമന്വയിച്ച് കാണുമ്പോൾ വളരെ സന്തോഷം, വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് ഹാപ്പി. ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെയാണ് ആദ്യം സോളോ പെർഫോമൻസ്. അവിടെ തുടങ്ങി പഠിച്ചൊരു 6 ഞാൻ അന്നൊരു ഭയങ്കര ഒരു പാഷനായിട്ട് ഇഷ്ടംകൊണ്ട് പഠിച്ചതാണ്. പിന്നീട് എന്താ വെച്ചാൽ ഈ മ്യൂസിക് ചിലതിൻ്റെ ചില ഭക്ഷണങ്ങളുണ്ട്, അത് ചിലപ്പോൾ രുചിക്കുന്നോറും ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കും. പിന്നെ അത് വീണ്ടും ഇഷ്ടപ്പെട്ട് നമ്മളത് കൂടുതൽ രുചിച്ച് നോക്കും. മെയിൻ ഒരു ഫേവറേറ്റ് ഭക്ഷണം ഉണ്ടാകും. അപ്പോൾ തന്നെയാണ് നമ്മൾ പഠിച്ചു തുടങ്ങി. അത് ഒരു ഹോബിയായിട്ട് തുടങ്ങിയതാണ്. പിന്നീട് അതിൻ്റെ എന്താ പറയുക രസം ഫീലൊക്കെ മനസ്സിലാക്കി പഠിച്ചു. അതിന് എന്താ പറയുക ആ ഒരു ജേണി തുടങ്ങി. പിന്നീട് പല എന്താ പറയുക ചലഞ്ചസ് ഉണ്ടായിരുന്നു. പറയാനും ചലഞ്ചസ് അതേസമയം അതൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് ഈ ചലഞ്ച്. അതാണ് എനിക്ക് സന്തോഷം നൽകുന്നത്. എന്ത് ചലഞ്ചാണെങ്കിലും ഇതൊക്കെ ആണെങ്കിലും അത് ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചലഞ്ച് മാറുമ്പോൾ, അതായത് കഴിയുമ്പോൾ വളരെ സന്തോഷം. അതുപോലെ ചലഞ്ച് മാത്രമല്ല, അങ്ങനെ എന്താ പറയുക ഓരോ പല വേദികളൊക്കെ പോകാനുള്ള ഭാഗ്യമുണ്ടായി. ദൈവത്തിന് നന്ദി പറയാനും അനുഗ്രഹമാണ്. അതൊരു 2 വർഷത്തെ ഒരു പ്രോസസ്സായിരുന്നു. അച്ഛനിങ്ങനെ ഒരു പാട്ട് കൊണ്ടെന്ന് പറഞ്ഞു. 2 പേരും ചേർന്ന് പാട്ടുകൂടെ ചിട്ടപ്പെടുത്തി അച്ഛൻ ഓൾറെഡി കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് അത് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അതിങ്ങനെ ഓർക്കസ്ട്രേഷൻ ചെയ്ത് ചിന്തിക്കേണ്ടായിരുന്നു. കുറേ വലിയൊരു മാസ് ഒരു ഗ്രൂപ്പിനെ കൊണ്ട് പാടിപ്പിക്കുന്നുണ്ട്. ഇപ്പം എങ്ങനെയാണ് 100 അച്ഛന്മാരും 100 സീനിയേഴ്സിനൊക്കെ ചേർന്ന് അത് പാടാൻ സാധിക്കും. കാരണം അതിന് മുന്നേ 500 പേരൊക്കെയായിരുന്നു മനസ്സിലായി. പക്ഷേ ഒരു സമയം എല്ലാവരും കിട്ടും. അങ്ങനെ പല പല അച്ഛന്മാരും ഉണ്ടാക്കി കൊച്ചിയിലാണ് റെക്കോർഡ് ചെയ്ത് സെയിം ഡേ ലോസ് ആഞ്ചലസ് പോയിട്ടാണ് ഞാൻ അതിൻ്റെ സ്കോറൊക്കെ ചെയ്തായിരുന്നു. ഓൾറെഡി അതിൻ്റെ കംപ്ലീറ്റ് ഓർക്കസ്ട്ര സ്കോർ ചെയ്ത് ടോപ്പ് മ്യൂസീഷ്യൻസാണ് അവിടെ അത് പ്ലേ ചെയ്തിട്ട്. ബോളിവുഡ് മ്യൂസിക് അതിലൊക്കെ പ്ലേ ചെയ്യുന്ന, ഫിലിംസിലൊക്കെ പ്ലേ ചെയ്യുന്ന അതേ സ്റ്റുഡിയോയിലാണ് റെക്കോർഡ് ചെയ്തത്. ഞാൻ തന്നെ കണ്ടക്ട് ചെയ്ത് ഇത് വലിയൊരു അനുഭവമായിരുന്നു. കാരണം വലിയൊരു ഫേമസ് മ്യൂസീഷ്യൻസിനൊക്കെ റെക്കോർഡ് ചെയ്യാൻ, കണ്ടക്ട് ചെയ്യാൻ. ദാസേട്ടൻ നെക്സ്റ്റ് ഡേ ദാസേട്ടൻ പാടി. ദാസേട്ടൻ്റെ പാടി ദാസേട്ടൻ അന്ന് ന്യൂസിലായിരുന്നു. ദാസേട്ടൻ വീട്ടിൽ സ്റ്റേ ചെയ്ത് നെക്സ്റ്റ് ഡേ അദ്ദേഹത്തെ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി. അങ്ങനെയാണത് പാടിപ്പിച്ചത്. അപ്പോൾ അതിനുശേഷം അത്
ഫ്ലൂട്ടൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ടായില്ല ഹരിപ്രസാദ് ചാതർജിയുടെ അപ്പോൾ അങ്ങനെ ഒരു ഗ്ലോബൽ ഒരു കൊളാബറേഷൻ ആയിരുന്നു ഗ്ലോബൽ മ്യൂസിക് അവാർഡ് ചെയ്തിട്ടുണ്ട്. മാർപ്പാക്കയാണ് അത് ആശീർവദിച്ചത്. അതിന് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ലൈഫിലൊക്കെ പാട്ടിനെ കാണാൻ നേരിട്ട് പോയി കൊടുത്ത് അതിൽ എന്താ പറയുക റിലീസ് ചെയ്യാൻ അതിനൊരു എന്താ പറയുക സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു ആഗ്രഹമാണ് ഗ്രാമി അവാർഡ് വിൻ ചെയ്യാനുള്ളത്. കാരണം 1, 2, 3 തവണ അവാർഡ് വിൻ ചെയ്ത ആൽബം നോക്കിയിട്ടുണ്ട്. സോ ആദ്യത്തെ തവണയും 2ാം തവണയും 3ാം അവാർഡ് കിട്ടിയപ്പോഴായിരുന്നു അത് വളരെ സന്തോഷം. ഒരു ആൽബത്തിൽ വർക്ക് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അതിൽ പാട്ടുകളുടെ സ്കോറിൽ അറിയിച്ച സ്ട്രിങ് സോളോ വയലിൻ കണ്ടക്ട് ചെയ്യുക അങ്ങനെയുള്ള പരിപാടികളായിരുന്നു ഞാൻ ചെയ്തായിരുന്നു. അതൊക്കെ ഒത്തിരി ഹാപ്പി ആയിരുന്നു. ഏറ്റവും വലിയൊരു അവാർഡാണ്. അപ്പോൾ അതിലൊരു ഭാഗമാകും എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം അത് 2015 അതിലാണ് പാടുന്നത്. പിന്നെ സെക്കൻഡ് ടൈം 2015 എന്താ പറയുന്നത് എല്ലാത്തിനും സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. എല്ലാവർക്കും എന്താ പറയുക ഒരു വലിയ അവാർഡ് ബാലൻ അവാർഡ് അതുപരി ക്രിയേറ്റീവ് ബ്ലാക്ക് ഔട്ട് ഉണ്ടാവുന്നത് സാറൊക്കെ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമുക്ക് തലയിൽ ചിലപ്പോൾ ഒന്ന് ബ്ലാങ്കായി മാറും. ഒന്നും ഉണ്ടാവില്ല. എന്താ ചെയ്യാന്ന് ആ സമയത്ത് അതിലേക്ക് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എവിടെയെങ്കിലും യാത്ര പോകും. പ്രത്യേകിച്ച് നേച്ചറായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളായിരിക്കും. ഒരുപാട് പോയി കുറച്ച് സമയം ഇരിക്കും തനിച്ചിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ചില നേച്ചറായിട്ട് കുറേ കൂടെ നമ്മൾ എന്താ പറയുക സംസാരിച്ചു കൊടുക്കും. അപ്പോൾ അതിൽ തന്നെ നമുക്ക് കുറേ പോസിറ്റീവ് എനർജി. അപ്പോൾ അത് വീണ്ടും നമ്മളത് എന്താ പറയുക അതാണ് നമ്മുടെ ഇതിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ടെസ്റ്റ്. ഏതെങ്കിലും തവണ എപ്പോഴും പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ട് അതൊരു പാഠമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ പലതവണ നമ്മൾ തെറ്റിലൂടെയുള്ളൂ. തെറ്റ് കാണുമ്പോൾ നമ്മളത് മനസ്സിലാക്കി കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ വരാറുണ്ട്. ചില കോഴ്സൊക്കെ ചിലപ്പോൾ നോട്ടുണ്ടാവുന്നത് തെറ്റിപ്പോകും. അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് വീണ്ടും കൂടുതൽ പ്രാക്ടീസ് ചെയ്യും. കാരണം അത് പോരാ. ഇപ്പോൾ പ്രാക്ടീസ് ഇതിലൊരു കാര്യം നമുക്ക് മനസ്സിലാക്കി തരുന്ന സന്ദർഭങ്ങളാണ്. ഒക്കെ വീണ്ടും പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യും. എന്താ പറയുക ഫൈൻ ട്യൂൺ ചെയ്തിട്ടുണ്ടോ പെർഫോമൻസ് ആണ് കോമ്പസിഷൻ ആണെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു മേഖലയിൽ ഫൈൻ ട്യൂൺ ചെയ്ത് പ്രാക്ടീസ്. അതുപോലെ ഒരു പാഷൻ ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അവരെപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരുപാട് ആൾക്കാർ പറയുന്നത് കലകൊണ്ടൊന്നും എഴുതാൻ പറ്റില്ല. ഈ ഫീൽഡ് സസ്റ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റില്ല. സോ ഒരു യങ് ജനറേഷൻ അല്ലെങ്കിൽ കലകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്താണ് പറയാനുള്ളത്? ഇത് ഞാൻ ഫേസ് ചെയ്തൊരു പ്രശ്നമാണ്. ഞാൻ പണ്ട് ഇതുപോലെ മ്യൂസിക് പഠിക്കണം, മ്യൂസിക് ഐ വോണ്ട് ടു മേക്ക് ഇറ്റ് എസ് എ കാരിയർ എന്നൊരു തീരുമാനിച്ചപ്പോൾ ഒരു കല കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റുമോ, അതുകൊണ്ട് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ ലൈഫിൽ, വേറെ എന്തെങ്കിലും നമുക്ക് ചെയ്തു തരുമോ എന്നുള്ളൊരു ആ ഒരു ആശങ്ക എനിക്കും അതുപോലെ എൻ്റെ ചുറ്റുപാടുള്ളവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് താല്പര്യം സംഭവം ആ ഒരു കോൺഫിഡൻസ് ആദ്യം വേണം. നമുക്കിത് എന്താ പറയുക, പിന്നെ ലവ് ദ ആർട്ട്. നമ്മൾ എന്താണ് നമ്മൾ ചെയ്യുന്നത് അതിനോടൊരു പാഷനേറ്റായിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ എന്താ പറയുക അത് കണ്ടിന്യൂ ചെയ്യുക. ആ ഒരു പാഷൻ, ആ ഒരു ഫയറാണ് ശരി. അത് കത്തി തുടങ്ങിയാൽ പിന്നെ അത് എന്താ പറയുക അണയ്ക്കൽ അത് മുന്നോട്ട് പോകും. അപ്പോൾ അതിന് പല ഇപ്പോൾ നമ്മളൊരു വിളക്ക് കാറ്റൊക്കെ വരും. ഇപ്പോൾ നമ്മളിങ്ങനെ അപ്പോൾ അതുപോലെയാണ് ഇതെങ്ങനെ കിടാതെ ഉള്ളതാണ് ഇതിൻ്റെ വെച്ചാൽ. പിന്നെ പല ബുദ്ധിമുട്ടുകൾ വരാം, എന്താ പറയുക പ്രശ്നങ്ങൾ വരാം. അപ്പോഴൊക്കെ തളരാതെ മുന്നോട്ട് പോവുക. There will be a time ഇങ്ങനെയാണ് ഒരു ഒഴുക്കാണ്. ചിലപ്പോൾ മേലെ പോകും, കുറച്ച് അങ്ങനെ ഒരു വേവാണ്.
സെലക്റ്റീവിലായി. അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ വേണം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ, ബാക്കി സംഭാവന ദൈവം ഈശ്വരൻ അത് തരും. വേണ്ട സമയങ്ങളിൽ നിങ്ങളെ ലഭിക്കും. ബട്ട് യു ഹാവ് ദാറ്റ് കോൺഫിഡൻസ് വിത്ത് ആൻഡ് കണ്ടിന്യൂ. എൻ്റെ പ്രിയപ്പെട്ട സമയം താങ്ക് യു സോ മച്ച്.